ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീക്ക് ഓപ്പണിംഗ് ആണ്. ഏഷ്യയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജപ്പാൻ, ചൈനീസ് മാർക്കറ്റുകൾ ഇന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം സൗത്ത് കൊറിയൻ മാർക്കറ്റ് കോസ്പി ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റുകൾക്ക് കഴിഞ്ഞ ആഴ്ചയും അതുപോലെ തന്നെ ഇന്നലെ വരെയും അവധിയായിരുന്നു. ലൂണാർ ഹോളിഡേയ്സിൻ്റെ അവധിക്ക് ശേഷം ഇന്നാണ് മാർക്കറ്റ് റീ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് മാർക്കറ്റും ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഗ്ലോബൽ മാർക്കറ്റുകളിലെ ഇന്നലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏജൻറ്റിക്കായി പേടി തന്നെയാണ് ഇന്നലെ വീണ്ടും അമേരിക്കയിലും യൂറോപ്പിലൊക്കെ വലിയ രീതിയിലുള്ള സെൽ ഓഫ് ഉണ്ടാക്കിയിട്ടുള്ളത്. മേജർ ടെക്നോളജി സ്റ്റോക്കുകളിലല്ല ഇപ്പോൾ അമേരിക്കയിൽ സെൽ ഓഫ് കാണുന്നത്, മറിച്ച് ഏജൻറ്റിക് AI ടൂളുകൾ ഡിസ്റപ്ഷൻ ഉണ്ടാക്കാൻ പോകുന്ന പല സെക്ടേഴ്സിലും വലിയ രീതിയിലുള്ള സെൽ ഓഫാണ് ഇന്നലെ കണ്ടിട്ടുള്ളത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ആന്ത്രോപ്പിക് AI പുതിയ ഒരു ടൂളും കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ATMകളിലൊക്കെ യൂസ് ചെയ്യുന്നത് മെജോറിറ്റി, പ്രത്യേകിച്ച് അമേരിക്കയിൽ യൂറോപ്പിലൊക്കെ മെജോറിറ്റി IBM മെഷീൻസ് ആണ്. ഈ IBM മെഷീൻസിലൊക്കെ കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് കോബോൾഡ് റിലേറ്റഡ് പ്രോഗ്രാമിംഗ് ആണ് പല ആപ്ലിക്കേഷനിലുള്ളത്. ഇത് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ടൂള് ആന്ത്രോപ്പിക് AI ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ ഇന്നലെ IBMത്തിൻ്റെ സ്റ്റോക്ക് പ്രൈസ് 13.15% ഇടിഞ്ഞിട്ടുള്ളത്. 25 വർഷത്തെ ഹയസ്റ്റ് ഫാളാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഡിസ്റപ്ഷൻ വീണ്ടും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ പുതിയൊരു റിസർച്ച് പറഞ്ഞിരിക്കുന്നത്, സിട്രിനി റിസർച്ച് പറഞ്ഞിരിക്കുന്നത്, ഗ്ലോബലി 2028 ജൂണോട് കൂടിയിട്ട് വലിയ ജോബ് ലോസസ് ഉണ്ടാവും. എക്കണോമികളെയൊക്കെ ഇത് ഇമ്പാക്റ്റ് ചെയ്തേക്കാം, പല സെക്ടറുകളെ ഇമ്പാക്റ്റ് ചെയ്തേക്കാം. സോഫ്റ്റ്വെയർ കമ്പനികൾ, ലോൺ ബേസ്ഡ് ഡെറ്റ് കൂടുതലുള്ള സോഫ്റ്റ്വെയർ കമ്പനികളൊക്കെ ഡിസ്റപ്റ്റഡ് ആവാം, അല്ലെങ്കിൽ വലിയ പ്രോബ്ലംസ് നേരിടും എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് സിട്രിനി റിസർച്ച് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് പേയ്മെൻറ്റ് സിസ്റ്റംസ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ബിസിനസ്, ഫുഡ് ഡെലിവറി ബിസിനസ്, ഇതിനൊക്കെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള സെൽ ഓഫാണ് ക്രെഡിറ്റ് കാർഡ് കമ്പനികളുടെ സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ ഊബർ പോലുള്ള ഫുഡ് ടെക്നോളജി സർവീസ് കമ്പനികളിലൊക്കെ നല്ല കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഡിസ്പ്രഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യും എന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. അതേസമയം ഇന്നലെ അമേരിക്കയിൽ മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ NVIDIA ബെറ്റർ ആയിരുന്നു, ആപ്പിളും ബെറ്റർ ആയിരുന്നു, മറ്റെല്ലാ സ്റ്റോക്കുകളും വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സാൻഡിസ്ക് ഫ്ലാഷ് മെമ്മറി ഉണ്ടാക്കുന്ന കമ്പനിയാണ്, ഇന്നലെ ബെറ്റർ ആണ്. മറ്റ് കമ്പനികൾ, പ്രത്യേകിച്ച് ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ, അതുപോലെ തന്നെ അമേരിക്കയിൽ മേജറായിട്ട് റാൻഡം ആക്സസ് മെമ്മറി ഉണ്ടാക്കുന്ന മൈക്രോൺ, ഈ കമ്പനികളൊക്കെ സ്ലൈറ്റ്ലി വീക്കാണ്. അതേസമയം ഇന്ന് മോർണിംഗിൽ സാംസങ് ഇലക്ട്രോണിക്സ്, SK ഹൈനിക്സ്, ഈ 2 കമ്പനികളും സൗത്ത് കൊറിയയിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. 2 കമ്പനികളാണ് റാൻഡം ആക്സസ് മെമ്മറി സർക്യൂട്ടുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഹാർഡ്വെയർ റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് നല്ല കാലം തന്നെയാണ്. അതേസമയം സോഫ്റ്റ്വെയർ ആസ് സർവീസ് ആയിരിക്കുന്ന സോഫ്റ്റ്വെയർ ടെക്നോളജി കമ്പനികളെ സംബന്ധിച്ച് വീണ്ടും മോശം കാലമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് ഈ സെക്ടറിൽ ആക്ട് ചെയ്യണം. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ റിലേറ്റഡ്, അതായത് സോഫ്റ്റ്വെയർ ആസ് സർവീസ് ആയിട്ട് സർവീസ് കൊടുക്കുന്ന ടെക്നോളജി കമ്പനികളിൽ നിന്ന് കുറേയൊക്കെ തങ്ങളുടെ ഹോൾഡിങ്സ് ഹാർഡ്വെയർ റിലേറ്റഡ് സ്റ്റോക്കുകളിലേക്ക്, അതുപോലെ തന്നെ മറ്റ് സെക്ടർ സ്റ്റോക്കുകളിലേക്കൊക്കെ മാറുന്നത് നന്നായിരിക്കും. ഒപ്പം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കുക. വലിയ രീതിയിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ അല്ലെങ്കിൽ ഡെറ്റ് ഒബ്ലിഗേഷൻസ് ഉള്ള സോഫ്റ്റ്വെയർ കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നത്. അതേസമയം ഒരുപക്ഷെ ഇൻഫോസിസ്, അതുപോലെ തന്നെ TCS പോലുള്ള കമ്പനികളൊക്കെ പാന്ത്രോപ്പിക്, അതുപോലെ തന്നെ ഓപ്പൺ AI ആയിട്ട് ടൈപ്പിലെത്തിയിട്ടുണ്ട്. AI ഏജൻറ്റ് ടൂളുകൾ എനേബിൾ ചെയ്യാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ ലോങ് റണ്ണിൽ ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആസ് സർവീസ് ടെക്നോളജി കമ്പനികളെ ബാധിക്കുന്ന എല്ലാ നെഗറ്റീവ് ഇമ്പാക്റ്റുകളും ഇൻഫോസിസിനെയും TCSനെയും ബാധിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. വലിയ രീതിയിലുള്ള റാലി ഒന്നും തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ടെക്നോളജി കമ്പനികളിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട, മറിച്ച് ഹാർഡ്വെയർസ്, പ്രത്യേകിച്ച് ഫ്ലാഷ് മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി, ഹാർഡ് ഡിസ്ക് ഡ്രൈവുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ സെമി കണ്ടക്ടർ ചിപ്പ് മേക്കിംഗ് കമ്പനികളെ സംബന്ധിച്ചൊക്കെ നല്ല കാലം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസിഷൻ എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സ് നന്നായിരിക്കും. ഇനി നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും മുന്നേറിയിരിക്കുകയാണ്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $5187 പെർ
ഔൺസിനാണ്. ഇന്നലെ 5250.9 പെർ ഔൺസ് വരെ ഉയർന്നിരുന്നു. അതിനുശേഷമുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ഇന്നത്തെ റേറ്റ്. പക്ഷേ ഇന്നലത്തെ മോർണിംഗ് റേറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആണ് ഗോൾഡ്. സിൽവർ $87.35 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമോഡിറ്റികൾ പ്രത്യേകിച്ച് സിങ്കും കോപ്പറാണ് വീണ്ടും വലിയ രീതിയിൽ മുന്നേറിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കമോഡിറ്റികൾ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ചൈനീസ് മാർക്കറ്റുകൾക്ക് അവധി കഴിഞ്ഞ് ചൈനീസ് മാർക്കറ്റുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. സാധാരണ രീതിയിൽ ചൈനീസ് മാർക്കറ്റുകൾ ഓപ്പൺ ആകുമ്പോഴാണ് കമോഡിറ്റിയിൽ വലിയ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കാണാറ്. അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസ് ഈ കമോഡിറ്റികളിലൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതേസമയം ഗ്ലോബലി ഏജൻറ്റുകൾ ഉണ്ടാക്കുന്ന ഏജൻറ്റിക് ഉണ്ടാക്കുന്ന ഡിസ്റപ്ഷൻ തീർച്ചയായിട്ടും പല സെക്ടേഴ്സിനെയും വീണ്ടും നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാം. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ടാറ്റാ സ്റ്റീൽ ലുധിയാന പ്ലാന്റ് കമ്മീഷൻ ചെയ്യാണ് മാർച്ച് 26 കപ്പാസിറ്റി കൂടുകയാണ്. പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ മോറിപ്പൻ ലാബ് 825 കോടി രൂപ ഓർഡർ ബാഗ് എത്തുന്നുണ്ട്. വളരെ പോസിറ്റീവ് ന്യൂസാണ് മോറിപ്പൻ ലാബിനെ സംബന്ധിച്ച്. പേസ് ഡിജിടെക് 159 കോടി രൂപ ഓർഡർ ബാഗ് എത്തിയിട്ടുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്നാണ് ലിഥിയം അയോൺ ബാറ്ററി സപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ശൃംഗാൾ ഹൗസ് ഓഫ് മംഗൾസൂത്ര അവരും അവരുടെ കപ്പാസിറ്റി പ്രൊഡക്ഷൻ കപ്പാസിറ്റി ജ്വല്ലറി ഐറ്റംസ് ഉണ്ടാക്കുന്ന കപ്പാസിറ്റി കൂട്ടിയിരിക്കുകയാണ്. 2500 കിലോഗ്രാം പെർ ആനത്തിൽ നിന്ന് 4000 കിലോഗ്രാം പെർ ആനായിട്ട് കൂട്ടിയിരിക്കുകയാണ്. പോസിറ്റീവ് ന്യൂസാണ്. NBCC 76 കോടി രൂപയുടെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഈ ന്യൂസും NBCCനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ പുതിയൊരു ടെക്നോളജി പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം ഒപ്റ്റിക്കൽ ഫൈബറിന് വലിയ രീതിയിലുള്ള ഷോർട്ടേജ് ആണ് ഗ്ലോബലി വരാൻ പോകുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണ്. തീർച്ചയായിട്ടും ഈ ന്യൂസ് ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ച് അതുപോലെ തന്നെ സ്റ്റെർലൈസ് ടെക്നോളജീസിനെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ന്യൂസ് ഫ്ലോസിനനുസരിച്ച് അതാത് സ്റ്റോക്കുകളിലൊക്കെ ചെറിയ രീതിയിലുള്ള റിയാക്ഷൻസ് ഒക്കെ കണ്ടേക്കാം. അതോടൊപ്പം തന്നെ പ്രൊമോട്ടേഴ്സ് ഇന്നലെ ബൈ ചെയ്തിട്ടുള്ള NCC, MSP സ്റ്റീൽ ആൻഡ് പവർ, ആശാപുര മൈൻകം ഈ കമ്പനികളിലാണ് ഇന്നലെ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ സജസ്റ്റ് ചെയ്തിരുന്ന BSE SME IPO അക്കോർഡ് ട്രാൻസ്ഫോമേഴ്സ് 10.55 ടൈംസാണ് ആദ്യത്തെ ദിവസം ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. റീറ്റെയിൽ പോർഷൻ 16.26 ടൈംസ് വന്നിട്ടുണ്ട്. 46 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. 6000 ഷെയറാണ് മിനിമം അപ്ലിക്കേഷൻ വരുന്നത്. ഈ IPO അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. അതോടൊപ്പം മെയിൻ ബോർഡിൽ ഇന്ന് നമ്മളൊരു IPO ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. PNGS റേവ ഡയമണ്ട് ജുവല്ലറി ലിമിറ്റഡ് ആണ്. PN ഗാഡ്ഗിൽ ജുവല്ലേഴ്സിൻ്റെ ഡയമണ്ട് ജുവല്ലറി ഡിവിഷനാണ്. നല്ലൊരു ഇഷ്യൂ ആണ്. ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് PNGS റേവ ഡയമണ്ട് ജുവല്ലറി ലിമിറ്റഡ്. പോസ്റ്റ് IPO ബുക്ക് വാല്യൂ വരുന്നതിന് 148.21 ബുക്ക് വാല്യൂ വരുന്നത്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് PNGS റേവ ഡയമണ്ട് ജുവല്ലറി മെയിൻ ബോർഡ് IPO ആണ്. മെയിൻ ബോർഡ് IPOയിലും അപ്ലൈ ആവുന്നതാണ്. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ഏജൻറ്റിക് AIയുടെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ട്രംപ് അദ്ദേഹം പറഞ്ഞിരുന്ന താരിഫ് US സുപ്രീം കോടതി ഇൻവാലിഡാക്കിയിരുന്നു. അതിനുശേഷം പലതരത്തിലുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം വീണ്ടും താരിഫ് കൂട്ടാനൊക്കെ ആയിട്ട് അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ അമേരിക്കൻ മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഇന്നലെ ഡൗ ജോൺസ് 821.91 പോയിൻ്റാണ് താഴെ വന്നിരിക്കുന്നത്. ഏജൻറ്റിക് AIയുടെ ഇമ്പാക്റ്റ് അതുപോലെ തന്നെ ട്രംപിൻ്റെ ഡിസിഷൻസിൻ്റെ ഇമ്പാക്റ്റൊക്കെ ഇതിലുണ്ട്. അതേസമയം ഇറാനും USഉം തമ്മിൽ ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ സെറ്റിൽമെൻറ്റിൽ പോകുന്നുള്ള റിപ്പോർട്ടുണ്ട്. കൺഫ്യൂഷൻ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഈ റിപ്പോർട്ടിനനുസരിച്ച് ഗോൾഡിലും അതുപോലെ തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിലിലൊക്കെ ചെറിയ രീതിയിൽ മുന്നേറ്റമൊക്കെ കാണുന്നുണ്ട്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $71.41 പെർ ബാരലിനാണ്. തീർച്ചയായിട്ടും ഈ ഇവൻറ്റ്സ് ഇറാൻ US ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒപ്പം ഏജൻറ്റിക് AI ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിന് അടുത്ത ദിവസങ്ങളിലും ചെറിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ
ട്രംപിൻ്റെ അഡീഷണൽ താരിഫ് മെഷേഴ്സ് പുതിയത് എന്തെങ്കിലും വരികയാണെങ്കിൽ അതിൻ്റേതായ മൈനർ വൊളാറ്റിലിറ്റി ഒക്കെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഉണ്ടായേക്കാം. അതേസമയം ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഡിസ്റപ്ഷൻ വരാൻ പോകുന്ന ഒരു പക്ഷേ മാർക്കറ്റുകളൊക്കെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് ഏജൻറ്റിക് AI ടൂളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് തങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്തരത്തിൽ സോഫ്റ്റ്വെയർ ആസ് ടെക്നോളജി സ്റ്റോക്കുകളിൽ നിന്ന് മാറി അറ്റ്ലീസ്റ്റ് 50% മാറി മറ്റ് സെക്ടർ സ്റ്റോക്കുകളിലേക്ക് മാറുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു സജഷൻ. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.